മരിച്ച പേഷ്യന്റ് വെന്റിലേറ്ററിൽ ഇടുവോ? ഈ പേഷ്യന്റിന്റെ കൂടെ ഉള്ളവരോട് ഞാൻ രാവിലെ പറഞ്ഞത് ഈ പേഷ്യന്റ് വെന്റിലേറ്റർ വേണം. അവര് സമ്മതിച്ചില്ല. എന്താ പറയണത്? കുഞ്ഞിട്ടാണ് വെന്റിലേറ്റർ തീരെ നിൽക്കാന്ന് പറയണത്. ഡോക്ടറിനോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. കാരണം പൈസ കൂട്ടാനുള്ള പരിപാടിയാണ് പോലെ. അല്ലാതെ ഇന്ന് രാവിലെ നമ്മൾ നടന്നു കൊടുക്കുന്ന കുഞ്ഞിട്ട് എങ്ങനെ പെട്ടെന്നായിട്ട് ഇതാവല്. അതല്ല ഞാൻ ഡോക്ടർ വരട്ടെ, ഡോക്ടറോട് സംസാരിച്ചാൽ നിക്കണം. എന്ത് തീരുമാനിച്ചു? ഇപ്പൊ അവസാനത്തെ അവസരമാണ്. നിങ്ങളൊന്നും തീരുമാനിച്ചിട്ടുണ്ട. ഞാൻ രാവിലെ പറഞ്ഞാലാണ് ഞങ്ങളെ തീരുമാനം. ഞങ്ങളെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല അവിടെ വന്നതിന്. പിന്നെ നിങ്ങളെങ്ങനെ പ്രശ്നം നിങ്ങളെന്ന് കുട്ടിനെ ഇറക്കി തന്നാലും ഞങ്ങൾ വേറെ ഒടുക്കിയും കൊണ്ട് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ മാത്രല്ല വേറെ ഹോസ്പിറ്റലുണ്ട്. നിങ്ങൾ പറയണത് ഏത് പേഷ്യന്റ് നിങ്ങൾ പേഷ്യന്റ് ഞങ്ങൾ എന്റെ അനിയനാണ് അത്. വെന്റിലേറ്ററിനെ പറ്റി 3 കാര്യങ്ങൾ വേഗം പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, ബോളിൽ കാറ്റടിക്കുന്ന പോലെ പുറത്തുനിന്ന് വായു ശ്വാസകോശത്തിലേക്ക് അടിച്ചു കയറ്റാനുള്ള ഒരു യന്ത്രം മാത്രമാണ് വെന്റിലേറ്റർ. രണ്ടാമത്തെ കാര്യം, മിടിപ്പ് ഉണ്ടാക്കാനുള്ള കഴിവ് വെന്റിലേറ്ററിന് ഇല്ല. മൂന്നാമത്തെ കാര്യം, ഒരാളെ വെന്റിലേറ്ററിൽ ആക്കിയെന്ന് കരുതി അയാളുടെ ശ്വാസകോശത്തിന് കാലാകാലത്തേക്ക് നിലനിൽക്കുന്ന എന്തെങ്കിലും അസുഖമുണ്ട് എന്ന് നിർബന്ധമില്ല.